ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ഇതൊരു വെറും ശാസ്ത്ര കൗതുകം മാത്രമല്ല, നമ്മുടെ സമൂഹത്തെയും നമ്മളെയുമൊക്കെ ബന്ധിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. 2021 മാത്യു ഷ്രാഗ് എന്ന ഒരു ന്യൂറോ സയൻറ്റിസ്റ്റിന് ഒരു ഫോൺ കോൾ കിട്ടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച ആൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത് അൽസീമേഴ്സ് ഡിസീസിന് വേണ്ടി ഒരു കമ്പനി വികസിപ്പിക്കുന്ന ഒരു പ്രത്യേകം മരുന്നിൻ്റെ ക്ലിനിക്കൽ ട്രയലുകളിൽ ചില ക്രമക്കേടുകളുണ്ടെന്നും അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് തരാമോ എന്നായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ സന്ദേശം. മാത്യു ഷ്രാഗ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. ഈ ദൗത്യം കൊടുത്തത് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവര് ഏതെങ്കിലും കമ്പനികളുടെ സ്റ്റോക്ക് വാല്യൂ ഇടിയുന്നതിൽ നിന്ന് പ്രയോജനം കിട്ടി അങ്ങനെ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ കമ്പനികൾ നടത്തുന്ന ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുക ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. അതിൽ നിന്നാണ് ഇവർ നേട്ടമുണ്ടാക്കുന്നത്. മാത്യു ഷ്രാഗ് അന്വേഷിച്ചപ്പോൾ ഈ കമ്പനി അവരുടെ ക്ലിനിക്കൽ ട്രയലുകളിൽ ചെറിയ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞു. കമ്പനി അത് നിഷേധിച്ചിട്ടുമുണ്ട്. പക്ഷേ അവിടം കൊണ്ട് കഥ അവസാനിക്കുന്നില്ല. മാത്യു ഷ്രാഗ് കണ്ടെത്തുന്നത് അൽസീമേഴ്സ് റിസർച്ചിനെ എല്ലാം മൊത്തമായിട്ട് ബാധിക്കുന്ന ചില ഞെട്ടിക്കുന്ന വെട്ടിപ്പിൻ്റെ കഥകളാണ്. 1906 ഡോക്ടർ അൽസീമർ എന്ന ശാസ്ത്രജ്ഞൻ ഒരു വനിതാ പേഷ്യൻറ്റിൽ വളരെ വിചിത്രമായിട്ടുള്ള ചില മാനസിക രോഗങ്ങൾ കണ്ടെത്തുകയും അവരുടെ ബ്രെയിൻ പരിശോധിക്കുമ്പോൾ ബ്രെയിനിൽ ഒരുപാട് മോളിക്യൂൾസ് അടിഞ്ഞുകൂടുന്നത്, പ്രോട്ടീൻസ് അടിഞ്ഞുകൂടുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. ഇവർക്ക് മറവിക്കുറവ്, വിചിത്രമായിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ തുടങ്ങിയതായിരുന്നു സിംറ്റം. ഈ രോഗത്തെ പിന്നീട് അൽസീമേഴ്സ് ഡിസീസ് എന്ന് അറിയപ്പെട്ടു. അൽസീമേഴ്സ് ഡിസീസ് എങ്ങനെയാണ് ഉത്ഭവിക്കുന്നതെന്നും അതിന് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം എന്നുള്ളതിനെക്കുറിച്ചും ഒരുപാട് വർഷമായിട്ട് ധാരണകളില്ലായിരുന്നു. 1990കളിൽ 2 ശാസ്ത്രജ്ഞർ മുന്നോട്ട് വച്ച ഒരു മോഡലാണ് ഇന്ന് നമ്മൾ ഈ രോഗത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനെ അമിലോയിഡ് പാരഡൈം എന്ന് പറയും. അമിലോയിഡ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പശപശപ്പുള്ള ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീന് ബ്രെയിനിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് ഒരു വിനാശകരമായിട്ടുള്ള കാസ്കേഡ്, ഒരു സീരീസ് ഓഫ് റിയാക്ഷന് അത് തുടക്കം കുറിക്കുകയും അത് ചെന്നെത്തുന്നത് ന്യൂറോണുകളുടെ നാശത്തിലുമാണ്. അതിൽ നിന്ന് ഓർമ്മക്കുറവ്, വിചിത്രമായിട്ടുള്ള പെരുമാറ്റം എന്ന് തുടങ്ങി പല സിംറ്റംസും ഈ രോഗത്തിന് പ്രത്യക്ഷപ്പെടും. സാധാരണ ഇത് 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികളിലാണിത് കാണപ്പെടാറുള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്ത് അത് മധ്യവയസ്കരിലും ചുരുക്കം ചില കേസുകളിൽ യുവാക്കളിലും ഇത് കണ്ടു തുടങ്ങുന്നതായിട്ട് പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീനുകൾ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് ആണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ആ പ്രോട്ടീനുകളെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് ശാന്തി കിട്ടും എന്നുള്ള രീതിയിലാണ് റിസർച്ചേഴ്സ് മുന്നോട്ട് പോയത്. അപ്പോൾ ഇതിനു വേണ്ടി ധാരാളം മുതൽ മുടക്ക് പല കമ്പനികളും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു രോഗം ഇന്ന് ഏതാണ്ട് 6 കോടിയോളം മനുഷ്യരെ ബാധിക്കുന്നുണ്ടെന്നും 2050 ആവുമ്പോൾ ഇത് ഇരട്ടിയായിട്ട് 15 കോടി രോഗികളെങ്കിലും അൽസീമേഴ്സ് ഡിസീസിന് കീഴ്പ്പെടുമെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും വളരെ പ്രാധാന്യം കൊടുത്ത് ഇതിനു വേണ്ടി റിസർച്ചിന് ധാരാളം ഫണ്ടിങ് അനുവദിച്ചിട്ടുണ്ട്. അൽസീമേഴ്സ് രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൽ നിന്നുണ്ടാകുന്ന
മറ്റ് പ്രൊഡക്ടിവിറ്റി പ്രശ്നങ്ങളിൽ നിന്നും ലോക സമ്പത്തിൽ $1 ട്രില്യൺ നഷ്ടമെങ്കിലും ഓരോ വർഷം ഉണ്ടാകുന്നു എന്നാണ് ചിലർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികളും ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ഈ റിസർച്ചിൽ ഒരുപാട് മുതൽ മുടക്കിയിട്ടുണ്ട്. അമിലോയിഡ് പ്രോട്ടീനുകളെ നീക്കം ചെയ്യുക, അതിൽ നിന്ന് രോഗശാന്തി ഉണ്ടാകും എന്നുള്ള ആ ഒരു ഹൈപ്പോത്തസിസ് വെച്ചുകൊണ്ടാണ് മിക്ക പഠനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഈ ഒരു മോഡൽ വെച്ചിട്ട് 120ഓളം മരുന്നുകൾ പലതരത്തിലുള്ള പല സ്റ്റേജിലുള്ള ഡെവലപ്മെൻറ്റിൽ എത്തി നിൽക്കുന്നു. ചിലത് ലബോറട്ടറി ടെസ്റ്റ് തുടങ്ങി, ചിലത് ക്ലിനിക്കൽ ട്രയൽ, എഫിക്കസി ട്രയൽ തുടങ്ങിയ പഠനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. 1921 1923 ഇത്തരം അമിലോയിഡ് പ്രോട്ടീനുകളെ നീക്കം ചെയ്യുന്ന 2 മരുന്നുകൾക്ക് അമേരിക്കയിൽ അനുമതി കിട്ടുകയുണ്ടായി. ഈ മരുന്നുകൾക്ക് അനുമതി കിട്ടിയപ്പോൾ വലിയ വിവാദങ്ങളും ഉണ്ടായി. ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA എന്ന് പറയുന്ന ഏജൻസിയാണ് ഈ മരുന്നുകൾക്ക് അനുമതി നൽകുന്നത്. അതിൻ്റെ അനുമതി നൽകുന്ന പാനലിൽ ഇരുന്ന പല ശാസ്ത്രജ്ഞരും രാജിവെക്കുക, പരസ്യ പ്രസ്താവനകൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കുകയുണ്ടായി. യൂറോപ്പിലെ ഡ്രഗ് റെഗുലേറ്റർ ഈ മരുന്നുകൾക്ക് അനുമതി നിഷേധിക്കുന്നതായിട്ടും നമ്മൾ കാണുകയുണ്ടായി. നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ ഈ മരുന്നുകൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് യൂറോപ്യൻ റെഗുലേറ്റേഴ്സ് വാദിച്ചിരുന്നത്. അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള പരിസ്ഥിതിയിലാണ് ഇത് നിൽക്കുന്നത്, അൽസൈമേഴ്സ് ഡിസീസിൻ്റെ ഗവേഷണങ്ങൾ നിൽക്കുന്നത്. കാരണം ഒരുപാട് രോഗികൾ ഇതിൽ നിന്ന് അടിമപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ആയുസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അൽസൈമേഴ്സ് ഡിസീസിന് വിധേയമാകുന്ന രോഗികളും കൂടുന്നു. അപ്പോൾ ആ രോഗികൾക്ക് ഏതെങ്കിലും രീതിയിൽ ശാന്തി ലഭിക്കണം എന്നുള്ള രീതിയിൽ പ്രഷർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് കാരണം ഇതിൻ്റെ ഈ ഒരു മേഖല വളരെ കലുഷിതമാണ്. അപ്പോഴാണ് മാത്യു സ്ട്രാഗിൻ്റെ ഈ നിരീക്ഷണങ്ങൾ, ഈ ഇൻവെസ്റ്റിഗേഷൻസ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം കണ്ടെത്തുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യത്തിലാണ്. ഈ അമിലോയിഡ് പ്രോട്ടീൻ തിയറി അല്ലെങ്കിൽ ബീറ്റ അമിലോയിഡ് പ്രോട്ടീൻ തിയറി എന്നാണ് അതിനെ പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു റിസർച്ച് 2006 ആണ് പുറത്തു വരുന്നത്. അത് സിൽവിയാൻ ലെസ്നെ എന്ന് പറയുന്ന യുവശാസ്ത്രജ്ഞനും വേറെ ഒരു മുതിർന്ന ശാസ്ത്രജ്ഞ കാരൻ ആഷയും കൂടി നടത്തിയ പഠനവും അവർ നേച്ചർ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള സയൻസ് ജേർണലിൽ പബ്ലിഷ് ചെയ്തതുമാണ്. ഇവർ ഒരു പുതിയ തരം അമിലോയിഡ് ഒളിഗോമറെ കണ്ടെത്തുകയും അതിനെ അവർ അമിലോയിഡ് ബീറ്റ സ്റ്റാർ 56 എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിട്ട് അവരതിനെ വിശേഷിപ്പിക്കുകയും അത് നമ്മുടെ ബ്രെയിനിലുള്ള ചില ദ്രാവകങ്ങളിൽ അലിയാൻ സാധ്യതയുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ അത് വളരെ എഫക്റ്റീവായിട്ട് അൽസൈമേഴ്സ് ഡിസീസിൻ്റെലേക്ക് വഴിതെളിക്കുന്ന പ്രോട്ടീൻ ഉൽപാദനത്തെ അത് സഹായിക്കുമെന്നും ഇവർ നിരീക്ഷിക്കുകയുണ്ടായി. 2006 വന്ന ഈ പരീക്ഷണം വളരെ ശ്രദ്ധയാകർഷിക്കുകയും അത് വളരെയധികം സൈറ്റ് ചെയ്യപ്പെടപ്പെട്ട ഒരു പേപ്പറാണ്. മറ്റ് പല പഠനങ്ങളും ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് പല രീതിയിലും പുതിയ മേഖലകളിലേക്ക് പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പല മരുന്നിൻ്റെ റിസർച്ചും ഈ രീതിയിൽ ഈ പഠനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ മാത്യു സ്ട്രാഗ് കണ്ടെത്തിയത് 2006 ഈ പഠനം ഒരുപാട് ക്രമക്കേടുകൾ ഉൾക്കൊള്ളുന്ന ഒരു പഠനമാണ് എന്നാണ്. ഇതിൽ തെളിവായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങൾ കൃത്രിമമായിട്ട് അതിനെ ആൾട്ടർ ചെയ്യപ്പെട്ടതാണ്, അതിനെ ടാമ്പർ ചെയ്യപ്പെട്ടതാണ് എന്നിവർ കണ്ടെത്തിയിട്ടുണ്ട്. പല ചിത്രങ്ങളുടെയും കഷ്ണങ്ങൾ കൂട്ടിയോജിപ്പിച്ചാണ് ഇതിൽ തെളിവായിട്ട് ഇവർ അവതരിപ്പിച്ച ചിത്രങ്ങളിൽ ഇദ്ദേഹത്തിന് ദൃശ്യമായത്. ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സയൻസ് എന്നുള്ള മറ്റൊരു പ്രശസ്തമായിട്ടുള്ള
ജേണല് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ഏതാണ്ട് 6 മാസത്തോളം ലെസ്നയുടെയും ആഷയുടെയും പല പേപ്പറുകളിലും ഇവർ പരിശോധിക്കുകയും ഇവർ ഇതേ രീതിയിൽ അവരവതരിപ്പിച്ചിട്ടുള്ള പല ചിത്രങ്ങളിലും കൃത്രിമമായിട്ട് കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നിവർ കണ്ടെത്തി. അങ്ങനെ സയൻസ് മാഗസിൻ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 2022. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു. ലെസ്നെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അന്ന് ഇത് അവതരിപ്പിക്കുമ്പോൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. PhD കഴിഞ്ഞ് പുതുതായിട്ട് ജോലി കിട്ടി കരിയർ ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഗ്രൗണ്ട് ബ്രേക്കിംഗ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. അതിന് ശേഷം അദ്ദേഹം 700ഓളം പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പേപ്പറുകളിലും ഈ ക്രമക്കേട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം. ഇത് നേച്ചറിൽ അവർ പബ്ലിഷ് ചെയ്ത ആ 2006 പേപ്പറിൽ ഒരു വാർണിംഗ് ഇന്ന് അവൈലബിൾ ആണ്. ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഇവർ വർക്ക് ചെയ്ത യൂണിവേഴ്സിറ്റി ഇവർക്കെതിരെ ഒരു അന്വേഷണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. നേച്ചർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് 18 മാസത്തിൽ കൂടുതലായിട്ട് നമുക്ക് ഒരു ഉത്തരത്തിൽ ഇതുവരെ ഒരു നിഗമനത്തിലും എന്തെങ്കിലും നടപടികളിലേക്കും എത്തിയതായിട്ട് നമുക്കിതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമുക്കറിയാൻ സാധിക്കുന്നത് പുതിയ ഈ 2 മരുന്നുകളും എത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് തർക്കങ്ങളാണുള്ളത്. അമിലോയിഡ് പ്രോട്ടീനുകൾ ബ്രെയിനിൽ നിന്ന് മാറ്റിയത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ രോഗിക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിന് വലിയ സാധൂകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ മരുന്നുകൾ വളരെ വിലപ്പെട്ടതുമാണ്. ഏതാണ്ട് $50,000-60,000 പ്രതിവർഷം ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി രോഗികൾക്ക് ചെലവാക്കേണ്ടി വരും. ഈ തുക ഇൻഷുറൻസ് കമ്പനികൾ വഹിക്കും എന്നുള്ളതിന് ഉറപ്പുമില്ല. അപ്പോൾ ഈ അമിലോയിഡ് ഹൈപ്പോത്തസിസിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റ് ശാസ്ത്രജ്ഞന്മാരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ബ്രെയിനിലെ ഇൻഫ്ലമേഷൻ, ബ്രെയിനിലെ ഇൻഫെക്ഷൻ, മെറ്റബോളിക് ഡിസോർഡർ തുടങ്ങിയ കാരണങ്ങളായിരിക്കാം അൽസിമേഴ്സ് ഡിസീസിന് കാരണമാകുന്നതെന്നും അമിലോയിഡ് പ്രോട്ടീൻ അതിൻ്റെ ഒരു അനന്തരഫലം മാത്രമാണ്. അൽസിമേഴ്സ് ഡിസീസിൻ്റെ കാരണമല്ല അമിലോയിഡ് പ്രോട്ടീനുകൾ എന്നാണ് ഇതിന് വിരുദ്ധമായിട്ടുള്ള തിയറി അവതരിപ്പിക്കുന്നവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ വിരുദ്ധ തിയറികൾ അവതരിപ്പിക്കുന്നവർ വളരെ ന്യൂനപക്ഷമാണ്. അവർക്ക് അവരുടെ റിസർച്ചിൽ പല രീതിയിലുള്ള എതിർപ്പുകളും നേരിടുന്നുണ്ട്. അവർ പറയുന്നത് ഒരു അമിലോയിഡ് മാഫിയയാണ് അൽസിമേഴ്സ് ഡിസീസിനെ അൽസിമേഴ്സ് ഡിസീസ് റിസർച്ചിനെ കൺട്രോൾ ചെയ്തതെന്നും അവരുടെ ഗവേഷണത്തിന് ഫണ്ടുകൾ നിഷേധിക്കുക, അവരുടെ പേപ്പറുകൾ പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കാതിരിക്കുക, കോൺഫറൻസുകളിൽ അവരെ പേപ്പറുകൾ അവതരിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്ന് മറുകൂട്ടം വാദിക്കുന്നുണ്ട്. അതിൽ പ്രശസ്തയായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞയാണ് റൂത്ത് ഇറ്റ്സാക്കി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞ. അവരവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ അവർക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ഒറ്റപ്പെടുത്തലുകളും ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതി വരെ ഉണ്ടാകുന്നതും ഫണ്ട് നിഷേധിക്കലും പേപ്പറുകൾ പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കാത്ത കാര്യവും കോൺഫറൻസുകളിൽ പ്രസംഗിക്കാൻ പേപ്പർ അവതരിക്കാൻ അനുവദിക്കുകയും പിന്നീട് ആ അനുവാദം ക്യാൻസൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവർ പറയുന്നുണ്ട്. അവരവതരിപ്പിക്കുന്നത് ഒരു വൈറൽ തിയറിയാണ്. അൽസിമേഴ്സ് ഡിസീസ് ഒരു വൈറസ് കൊണ്ടാണ് വരുന്നത് എന്നുള്ള തിയറിയാണ് അവർ അവതരിപ്പിക്കുന്നത്. ഇത്തരം ആൾട്ടർനേറ്റ് തിയറികൾ അവതരിപ്പിക്കുന്നതിനെ ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത്. അൽസിമേഴ്സ് ഡിസീസ് നമുക്കറിയാം വളരെ ദാരുണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. ഓർമ്മ നശിക്കുക, വളരെ വിചിത്രമായിട്ട് പെരുമാറുക തുടങ്ങിയ ഒരു സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ള കാര്യം. കൂടുതലും വയസ്സായ മറ്റ് തരത്തിൽ പരാധീനതകളുള്ള ആൾക്കാരിലാണ് ഇത് വരുന്നതും എന്നുള്ളത് ഈ ഒരു അസുഖത്തിൻ്റെ ആക്കം കൂട്ടുന്നു. അപ്പോൾ ഇതിന് ഒരു നല്ല പ്രതിവിധി ഉണ്ടാകുക, നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുക എന്നുള്ളത് ഇന്ന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്.
അതിലേക്ക് ശാസ്ത്രം ശരിയായിട്ടുള്ള രീതിയിൽ മുന്നേറും. ഇത്തരം ഞെട്ടിപ്പിക്കുന്ന വെട്ടിപ്പുകളുടെ ശാസ്ത്രത്തിലെ പേപ്പറുകളെ തെറ്റായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് കപടമായിട്ടുള്ള ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന രീതികളെ കണ്ടുപിടിച്ച് അതിനെ തുടച്ചു മാറ്റിയിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ ഈ റിസർച്ച് മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനു വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങളും മുന്നോട്ട് വയ്ക്കണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇതിനെക്കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയുണ്ടാകുമെന്നും ഇതിൽ പ്രതിവിധി ഉണ്ടാകും എന്നും നമുക്ക് ആശിക്കാം.